her rolling up, Uber black Cadillac, high heel boots and a sexy body full of tats. Baby's bad, oh baby's hella bad. After her there ain't no coming back. Wanna take a run at that. I think she's feeling me. Turn it up a few degrees. My imagination of her body gets the best of me. അല്ല ഇതേ ഇയാൾക്കിരുന്ന് കളിക്കാനുള്ളതല്ല കേട്ടോ. എൻ്റെ ബാങ്കിന്റെ മൊത്തം ഡീറ്റെയിൽസ് ഇതിനകത്ത് കിടക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ലീക്ക് ആയി കഴിഞ്ഞാൽ അവരെന്നെ ഫയർ ചെയ്യും. അയ്യോ, ഒരു ബാങ്ക് ജോലിക്കാരൻ. ആ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? എന്താ ശില്പയൊന്നും ഉണ്ടാക്കിയില്ലേ നീ? ഇല്ല. അതെന്താ? ഇന്ന് നിന്റെ ഡ്യൂട്ടി ആയിരുന്നല്ലോ. അപ്പൊ ഇന്നലെ ആരുടെ ഡ്യൂട്ടി ആയിരുന്നു? ഇന്നലെ തേഴ്സ്ഡേ എന്റെ ഡ്യൂട്ടിയാ, ഇന്ന് ഫ്രൈഡേ നിന്റെ ഡ്യൂട്ടി തന്നെയാ. എന്നിട്ട് മോൾ ഉണ്ടാക്കിയോ? ഞാൻ പറഞ്ഞില്ല എനിക്ക് ബാങ്കിൽ വർക്ക് ഉണ്ടായിരുന്നെന്ന്. നമ്മൾ നല്ല ഫുഡ് ഓർഡർ ചെയ്തല്ലേ കഴിച്ചേ? ആര് ഓർഡർ ചെയ്തു? നീ ഓർഡർ ചെയ്തു. ഷെയർ അല്ലായിരുന്നോ? പക്ഷെ പ്ലേറ്റ് കഴുകി വെച്ചത് ഞാനാ. 2-1-3 പ്ലേറ്റ് കഴുകിയതാണോ ഈ പറയുന്നത്? ആ വേണ്ട, എനിക്ക് നിന്റെ ഫുഡേ വേണ്ട. ഞാൻ പോകുന്ന വഴിക്ക് കഴിച്ചോളാം. എനിക്ക് സാലറി ഉണ്ട്. രണ്ടുപേരും സംസാരം നിർത്തുവോ? ഫുഡും സമയത്ത് ഉണ്ടാക്കി തരത്തില്ല. കഴിഞ്ഞ മാസത്തെ റെന്റ് ഞാനാ കൊടുത്തത്. രണ്ടുപേരും ഷെയർ തന്നിട്ടില്ല. സാലറി കിട്ടട്ടെ, തരാം. നീയോടി തരൂ, തന്നാ മതി. ഇനി ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? ഞാൻ പോകുന്ന വഴിക്ക്. ഓ ഞാൻ വരുന്നു. നീയേ നടന്നു പോയാൽ മതി. അല്ലെങ്കിൽ ആ പൊട്ട വണ്ടിയിൽ എൻ്റെ പട്ടി. ഇവളുമാര് നേരത്തെ വന്നോ? അതൊന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയേക്കുവാ. ഒരു ഉത്തരവാദിത്വമില്ല. മനുഷ്യൻ ടയേർഡായിട്ട്. ഇതുവരെ എടുത്തു വെച്ചില്ലേ? ശില്പേ, ശില്പേ, രേഷ്മേ, പോയി ഫ്രഷ് ആയിട്ട് വരാം. ആരും തല്ലിക്കൊന്നോ ഇവളുമാരെ? ശില്പ ഇവിടെ പോയി. രണ്ടും കൂടെ കഥ തുറന്നിട്ടിട്ട് എന്നാ കാണിക്കോ ഇവിടെ? എന്നാലും അപ്പുറത്തെ വീട്ടിലെ ചെറുക്കൻ എന്ത് ഭംഗിയല്ലേ? എന്തൊരു ലുക്കായിരുന്നു. എന്തായാലും ഇവിടുത്തുകാരനല്ല. അത് ശരിയാ, എനിക്കും തോന്നി ബാംഗ്ലൂർ ബേസ്ഡ് മലയാളി ആവാനാ ചാൻസ്. നീ എവിടെ കൊണ്ട് നോക്കിയേ? കണ്ടാലേ അറിയാം ഒരു പഞ്ചാബിയാണ്. ആ വീറ്റിഷ് കളറൊക്കെ കണ്ടില്ലേ? അതെന്തെങ്കിലും ആട്ടെ, താടിയിലെ ആ ചുഴി നീ ശ്രദ്ധിച്ചോ? കറക്റ്റ് ഇന്ദ്രജിത്തിന്റെ പോലില്ലേ? എനിക്ക് കണ്ട് പൃഥ്വിരാജിനെ പോലെ തോന്നി. എനിക്ക് എന്തുവാടി കണ്ടു കഴിഞ്ഞാൽ ശരിക്ക് റൺവേയില് ദിലീപിന്റെ അതേ ലുക്ക്. എന്തായാലും ചെറുക്കന്മാരെ ഹെൽത്ത് കോൺഷ്യസ് ആട്ടോ. മസിലൊക്കെ കണ്ടോ? ബ്യൂട്ടി കോൺഷ്യസ്. ആ ഫേസ് ഒക്കെ കണ്ടോ? ഒരു പിമ്പിൾ പോലും ഇല്ല. ശരിയാ, ഹെയർ ഒക്കെ കൊള്ളാം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തായാലും പണിക്കര് പറഞ്ഞ പയ്യൻ ഇതാ. ഈയടാ നോക്കിയിരുന്നോ? നിനക്കൊന്നും പറയാനില്ലേ? എടി നിനക്കൊക്കെ നാണമുണ്ടോ? ഏതെങ്കിലും ഒരുത്തൻ ചിരിച്ചു കാണിച്ച അപ്പ പോവും അവന്റെ പുറകെ. ഒന്നും അല്ലെങ്കിൽ നിനക്കൊക്കെ എത്ര ബ്രേക്കപ്പ് കഴിഞ്ഞാടി? ഇതുവരെ ഒന്നും പഠിച്ചില്ലേ നീയൊന്നും? നിനക്ക് പിന്നെ ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ലല്ലോ അല്ലേ? ഉണ്ടായിട്ടുണ്ട്, ഞാൻ പഠിച്ചു. എന്ത് പാഠം? ഇനി ഇനിയെങ്കിലും നീ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്. എന്തായാലും അടുത്ത വീട്ടിൽ തന്നെ വന്ന് നിന്ന് നന്നായി. കൺകുളിർക്കെ കാണാലോ എന്നും. ശരിയാ, നീ നോക്കത്തില്ലേ? എന്റെ പട്ടി നോക്കും.
കാണുന്നില്ലല്ലോ. പോയി ഹായ്. ഹായ്. പുതിയ താമസക്കാരാണോ? ആ 2 days ആയി. ആ കണ്ടിട്ടില്ലല്ലോ. പേരെന്താ? റോഷൻ. റോഷൻ. മുഴുവൻ പേരെന്താ? റോഷൻ മാത്യൂസ്. റോഷൻ മാത്യൂസ്. ക്രിസ്ത്യാനിയാണോ? ക്രിസ്റ്റീന റോഷൻ. നല്ല മാച്ച്. വീട് ട്രിവാൻഡ്രം. അയ്യോ അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ. ട്രിവാൻഡ്രത്ത് എവിടെയാ വീട്? ട്രിവാൻഡ്രം സിറ്റി തന്നെ. ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? അതെ അതെ, ഞാൻ ഒറ്റയ്ക്കാ. വീട്ടിലെ അച്ഛൻ, അമ്മ, പിന്നെ ഞാനും. അതും ചോദിച്ചില്ലല്ലോ. ആ അപ്പൊ ഒറ്റ മോനാ? ആ അതെ, ഒറ്റ മോനാ ഞാൻ. ഞാനും ഒറ്റ മോളാ. സെയിം. ഓക്കെ. ഞങ്ങളെല്ലാം ഒറ്റ മക്കളാ. സെയിം. എന്താടി ഒരുമാതിരി വൃത്തിയായിട്ട് പരിപാടി കാണിക്കില്ല. ഞാൻ എന്താ ചെയ്തു? നീ അല്ലേ പറഞ്ഞത് പട്ടി പോലും ഡയലോഗ് അടിയായിരുന്നു. എടി ഞാൻ എന്റെ പട്ടിയെ കുറച്ച് ബഹുമാനിക്കുന്നു. എന്റെ പട്ടിക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ കാണിച്ചോട്ടെ, 2 വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി നീയൊക്കെ എന്തോ എടുക്കുമായിരുന്നു? ഒരുത്തി എന്റെ മണ്ടയ്ക്ക്, ഒരുത്തി അതിന്റെ മണ്ടയ്ക്ക്. ഇടി എങ്ങനെ കയറിയുടെ എന്റെ മണ്ടേ? പിന്നെ വലിക്കാൻ വെച്ചേക്ക് വന്നു. വലിക്കാനോ അതിനെ പിടിക്കാനാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. റോഷൻ എന്റേതാണ്, എന്റേത് മാത്രമാണ്. കിണ്ടിയല്ല വേണ്ട. ആരുടെ റോഷൻ? എന്റെ റോഷൻ. നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചാൽ മതിയോ? ഇതിപ്പോ അവന്റെ റോഷൻ അറിഞ്ഞോ? നിന്റെ റോഷനോ? ഒലിച്ചിറങ്ങുന്ന അയ്യടി. എടി നിനക്ക് നാണം ഉണ്ടോടി? ആ റോഷന്റെ കണ്ണുകളിൽ കാണുമ്പോ എന്നോടുള്ള പ്രണയം അതൊന്നും നിനക്ക് മനസ്സിലാ? നിങ്ങൾ പൊട്ടക്കണ്ടരാ? ഈ ഒരു കാര്യത്തിൽ എടി കണ്ടിട്ട് തന്നെയാ പറയുന്നത് റോഷൻ എന്നെയാണ് ഇഷ്ടം. എടി നിനക്ക് നാണമുണ്ട്? റോഷൻ എന്നെയാണ് ഇഷ്ടം. റോഷൻ മാത്യൂസ്, ക്രിസ്റ്റീന. എന്താ സ്നേഹം, എന്താ ഒരു ബഹുമാന പേരുകൾ തമ്മില്. വേണമെങ്കിൽ ആ മാത്യൂസിനെ നീ അങ്ങ് എടുത്തു, റോഷനെ ഞാൻ എടുക്കും. നിങ്ങൾ രണ്ടുപേരും ഫുൾ നെയിം പറഞ്ഞു കഴിഞ്ഞാൽ റോഷനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അയ്യോ റോഷനെ എടുക്കാൻ എനിക്കറിയാം കേട്ടോ. നീ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഹൈറ്റും നിറവും ഒക്കെ വെച്ചിട്ട് റോഷൻ എന്റേതാണ്. കളർ കൊണ്ട് ഞാനും റോഷനുമാണ് മാച്ച്. ലുക്ക് വൈസ് ഞാനും റോഷനാണ് പെർഫെക്റ്റ്. 2 പേർക്ക് റോഷൻ ഞാൻ തരത്തില്ല, വിട്ടു തരത്തില്ല. റോഷൻ എന്റേതാണ്. എന്നോടാണ് റോഷൻ സ്നേഹം. ആദ്യം എന്നെ അല്ലേ കണ്ട് ഹായ് പറഞ്ഞത്? റോഷൻ എന്റെ സ്വന്തമാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് ഒരു സത്യം പറയാം. സത്യം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ റോഷൻ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. എന്തിന്? ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് റോഷൻ അപ്പുറത്ത് വന്ന് താമസിക്കുന്നത്. എന്തോ ചീറ്റിയായാലും റോഷൻ എന്റേതാണ് കേട്ടോ. പോയാട്ടെ. ശരി. മെഴുകാതെ പോ. ശരി നീ പോ. മെഴുകാതെ. സ്വപ്നം മാറ്റി വെച്ചേ. സ്വപ്നം പോയാട്ടെ. ഞാൻ എങ്ങനെ റോഷനെ സ്വന്തമാക്കും? ഞാൻ പോയേക്കാം. എടേ രേഷ്മ എന്തിയേ? ഞാൻ കിടന്ന് വിളിച്ചോണ്ടിരിക്കും, എടുക്കണ്ടേ? എന്ത് എടുക്കാതിരുന്നാ എങ്ങനെ? ഇന്ന് അവിടെ ഡ്യൂട്ടി ഇല്ലേ? എനിക്ക് അടുക്കള കയറാൻ വയ്യ, വിശക്കുന്ന്. ജിമ്മി പോകത്തില്ലെന്ന് പറഞ്ഞാണല്ലോ. ഓഫാ, പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഒരു 5 kilometer ഓടിയൊന്നുമില്ലേ? 5 അല്ല, അതിൽ കൂടുതൽ 10 ആയി കാണും. കണ്ണൊന്നും ഓടിക്കാണ്, ചുമ്മാ വെടിയടിക്കാതെ. നല്ല ക്ഷീണമായല്ലേ? നാളെ നമുക്ക് എക്സ്ട്രാ ഒരു 2 കിലോമീറ്ററേലും പിടിക്കണം. അത് മാത്രമല്ല, രാവിലെ ഒരു 6 മണിയാകുമ്പോൾ എന്നെ ചോടണം. ഇഷ്ടപ്പെട്ടല്ലേ? ഇന്ന് ഒരുപാട് ലേറ്റായി. അപ്പം ശരി എന്നാ. അതെ, ആ ഫോൺ ഇങ്ങോട്ടും തരുമോ? എൻ്റെ ഫോണാണെ ഹാങ് ആയി. ഞാനൊന്ന് വീട്ടിൽ അമ്മയെ വിളിച്ചിട്ട് തരാം. അതിനെന്താ? പാസ്വേഡ് 353565. ഓക്കെ, ഒരു 10 മിനിറ്റ്. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല, തന്നാ മതി. ഓക്കെ.
എഴുന്നേറ്റോ? ഞാൻ ജോഗിങ്ങിന് പോയേക്കുമായിരുന്നു. കണ്ട്. നീ കണ്ടോടി ആ ഇന്നത്തെ ജോഗിങ്? ഓ, ആ തണുപ്പത്ത് നമ്മുടെ വയലിൽ കൂടെ ഞാനും റോഷനും കൂടെ എന്ത് രസമായിരുന്നെന്നറിയോ? എൻ്റെ അടുത്ത് ഫോൺ ചോദിച്ചടി, ഞാൻ കൊടുത്തു. ഇന്ന് ഫോൺ ചോദിച്ചു, നാളെ എന്ത് ചോദിക്കുമോ എന്തോ, എന്തായാലും ഞാൻ കൊടുക്കും. എങ്ങോട്ട് പോവാ? ആ ഇപ്പൊ വരാം. എടി രേഷ്മേ, രേഷ്മേ എടി കുഞ്ഞി ഇങ്ങോട്ട് വന്നേടി, ഇങ്ങോട്ട് വന്നേടി. എന്തടി? നോക്കടി. എൻ്റെ ബർത്ത്ഡേ ആണ്, കേക്ക് കൊണ്ട് വന്നതാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവളുടെയോ? അപ്പൊ കഴിഞ്ഞ മാസം എന്നായിരുന്നടി? പിറന്നാളായിരിക്കും. ഓ ഓക്കെ, താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഓക്കെ ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. എത്ര വയസ്സ്? എത്രയായി? എന്തായാലും റോഷനെ കാട്ടി 5 വയസ്സ് ഇളയതാ. ഇപ്പൊ ഒരു വർഷം എത്ര ബർത്ത്ഡേ ആടി? എത്ര ആണുങ്ങളെ കാണുന്നു അത്രയും ബർത്ത്ഡേ. ഇവളെന്താ ഇൻസ്റ്റാൾമെന്റിലുണ്ടായത്? ഓക്കെ ശരി എന്നാ. പിന്നെ ഞാൻ അങ്ങോട്ട് വരാനിരുന്നായിരുന്നു. എൻ്റെ ഒരു 15,000 ഉണ്ട്, എനിക്കൊന്ന് ഗൂഗിൾ പേ ചെയ്ത് തരാമോ? ഞാൻ പറയുന്ന നമ്പറിലോട്ട്. പിന്നെന്താ, കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ബുദ്ധിമുട്ടാവത്തില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? ഓക്കെ. നമ്പർ 9746 01 00050. ഓക്കെ ഓക്കെ, ഓർമ്മയുണ്ടല്ലോ? മറക്കുവോ? ഓക്കെ ഓക്കെ ശരി. ശരി എന്നാ. ശരിക്കും വെട്ടിക്കോ? റോഷന് കേക്ക് കൊടുക്കാൻ പോയതാ, കണ്ടില്ലേ? ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസയൊക്കെ എന്നെ ഏൽപ്പിക്കുന്നു. ഇനി ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണമെന്നാ ഏട്ടൻ, അല്ല സോറി റോഷൻ പറഞ്ഞത്. ഇനി എന്തൊക്കെ നോക്കണം. അകത്ത് എന്നിട്ടേ ഒരു ടവലോ വല്ലോ എടുത്തു കൊടുക്കും. വായിന്ന് ഒലിച്ചിറങ്ങുമല്ലായിരുന്നു, അത് തുടച്ചങ്ങ് കളയട്ടെ. അപ്പോൾ എന്തൊരു വർത്താനോ പറഞ്ഞത്? എനിക്കുണ്ടല്ലോ. ഈ ബാങ്കിൽ നേരത്തെ അക്കൗണ്ട് ഉണ്ടായിരുന്നോ? ഇല്ല, ഫസ്റ്റ് ടൈമാ. അല്ല, ക്രിസ്റ്റീനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഓ ശരി. കണ്ടോടി, അവനും അവളും കൂടെ സംസാരം തുടങ്ങി. അല്ല, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, നമുക്കിപ്പോൾ ഒരു ദിവസം എത്ര രൂപ വരെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? നമ്മുടെ ബാങ്കിൽ 10 ലക്ഷം രൂപ, ഓരോ ബാങ്കിലും ഓരോന്നാ ട്രാൻസ്ഫർ ചെയ്യാം. ഓ അത്രയും ചെയ്യല്ലേ? ചെയ്യാം. ഫിക്സഡ് ഉണ്ടോ? ഫിക്സഡ് ഇടണം, പക്ഷേ കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് മതി. ഫാമിലിയായിട്ട് ജീവിക്കുമ്പം ഫിക്സഡ് നല്ലതാ. ഫാമിലി ആയിട്ടില്ല, ഫാമിലിയൊക്കെ വേണം. നമ്മുടെ രണ്ടിൻ്റെ ലൈഫിന് അതൊരു സെക്യൂരിറ്റി ആയിരിക്കും. ആധാർ കാർഡ് ഉണ്ടോ? നമ്പർ തരാം. പാൻ കാർഡ്? നമ്പർ തരാം. ഫോൺ നമ്പർ തരാം. ആ അത് മതി. അതെ, ബാങ്കിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് ഒരു ഫോട്ടോ വേണം ലൈവായിട്ട്. ഇവിടെ നിന്നാൽ കൊള്ളാം. ഇങ്ങോട്ട് ഇപ്പുറത്ത് നിൽക്കുമോ? ഓക്കെ അല്ലേ? അപ്പം ഞാനേ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും.
അയ്യോ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ ലാപ്പ് വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ വൈകുന്നേരത്തേക്ക് ഇങ്ങനെ തരാം. അതിനെന്താ, കൊണ്ടുപോക്കോ, കുഴപ്പമില്ല, കൊണ്ടുപോക്കോ. അല്ല, ഇതിന് കുഴപ്പമുണ്ടോ? വർക്കിനെ ബാധിക്കുമോ? ഒരു കുഴപ്പമില്ല. അതെ, ഈ ഫുഡൊക്കെ എവിടുന്നാ കഴിക്കുന്നേ? നമ്മുടെ ഇവിടെ അടൂർ വടക്കടത്ത് പോലെ VJS, അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത്. അവിടുത്തെ നല്ല ഫുഡാ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഓ ശരി. എത്ര മണിക്കാണ് പോകുന്നേ? ഞാനൊരു 9 മണി ആ സമയത്താണ് പോകുന്നത്. ആണല്ലേ, ശരി. എന്നാ പിന്നെ ശരി, എന്നാ ഞാൻ കൊണ്ട് ഇറങ്ങട്ടെ. ലാപ്ടോപ്പ് കൊണ്ടുപോയി, ഇനി എന്തൊക്കെ. ഡീഡി എങ്ങോട്ടാ കുളിച്ചൊരുങ്ങി? ഞാൻ റെഡി ആവാൻ പോവാ. എൻ്റെ മുറിയിലേ വെട്ടമില്ല. നിന്റെ മുറിയിലാകുമ്പോൾ വെട്ടമുണ്ട്, മേക്കപ്പും ഉണ്ട്, നിന്റെ കുറേ ലിപ്സ്റ്റിക്കും ഉണ്ട്. അതെടുക്കാമല്ലോ. ലിപ്സ്റ്റിക്കേ കുറച്ച് തട്ടാവും കേട്ടോ, കേടാ. ഞാൻ ആർക്കും ഉമ്മ ഓടിക്കാൻ പോവല്ല ലിപ്സ്റ്റിക്ക് തട്ടാൻ. അല്ല, നീ എവിടെ പോവാ? എനിക്കൊരു ക്ലയന്റ് ഉണ്ട്, ക്ലയന്റിനെ പിടിക്കാൻ പോവാ, ക്ലയന്റ് മീറ്റിന്. ഈ രാത്രി തവളെ പിടിക്കാൻ പോവാന്നൊക്കെ കേട്ടുണ്ട്, ക്ലയന്റിനെ പിടിക്കാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഒരു US ക്ലയന്റാ, US ക്ലയന്റിനെ പിടിക്കാൻ പോവാ. ഈ രാത്രിയിലോ? അതിനിപ്പോൾ എന്താ, US ഇവിടെ പകലാകുമ്പോൾ അവിടെ രാത്രി, അവിടെ രാത്രി ആകുമ്പോൾ ഇവിടെ പകല്, ഒരു കുഴപ്പമില്ല. എൻ്റെ ക്ലയന്റിന് ഇപ്പോഴാ സൗകര്യം, ഞാൻ അതിനാ പോകുന്നത്. നിനക്ക് എന്താ, നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നെ? നീ ഇന്റർനാഷണൽ ലെവലിലൊക്കെ പുരോഗമിച്ചോ? ഞാൻ ഇന്റർനാഷണൽ ലെവലാ. ഇതിനെപ്പറ്റി നീ എന്താ വിചാരിച്ചേക്കുന്നേ? ഡാഡി, ഞാനും ഒന്ന് പുറത്തോട്ട് പോവാ. എക്സാം ഉണ്ട്. എക്സാമോ? അല്ല, PSCയുടെ ക്ലാസ്. ഈ രാത്രിയിലോ? അതൊന്നും അല്ല, എനിക്കൊരു ബുക്ക് മേടിക്കാൻ പോണം. രാത്രി തന്നെ വാങ്ങിക്കണോ? അത് റെയർ ആയിട്ടുള്ളൊരു ബുക്കാ, അപ്പൊ ഇപ്പൊ വന്നാൽ കിട്ടുമെന്ന് പറഞ്ഞു. മേടിച്ചിട്ട് വരട്ടെ. നീ എങ്ങോട്ട് പോവാ? ഒരു അടിയന്തരം. ഇത്രയും ഒരുങ്ങി പോവാന്നോ അടിയന്തരത്തിന്? അത് മറ്റേ എൻ്റെ അല്ലേ ആൻറ്റി ഇല്ലായിരുന്നോ, മോഡലായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരിയുടെ അടിയന്തരം. പുള്ളിക്കാരിയുടെ ഒരു അന്ത്യാഭിലാഷമായിരുന്നു. ലാസ്റ്റ് ചെല്ലുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ഒരുങ്ങി പോകണമെന്ന്. പാവം, എന്ത് ചെയ്യാനാ. രാത്രിയിലൊക്കെ അടിയന്തരം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആരും ഇവിടെ ഇല്ല. നിങ്ങളോട് പോവാ? ഞങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട്. എനിക്കൊരു ക്ലയന്റിനെ പഠിക്കണം, അവർക്ക് എന്തോ ഒരു റെയർ ബുക്ക് വാങ്ങിക്കണം. അപ്പൊ ആക്കോലോ. നമ്മൾ ആരാ ലാസ്റ്റ് ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മാറ്റിൻ്റെ ഇടയിൽ വെച്ചാൽ മതിയല്ലോ. റെഡി ആവട്ടെ. അയ്യോ, എനിക്ക് വയ്യ. ക്ലയന്റ് ശല്യങ്ങളെല്ലാം പോയി. ഹോട്ടലിലോട്ട് പോകണ്ടായിരുന്നു, റോഷനെ ഇങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നു. എന്തായാലും റെഡിയാ. ഓർഡർ പ്ലീസ്. ഒരാളോട് വരാനുണ്ട്. എന്നിട്ട് ഓർഡർ ചെയ്യുന്നുണ്ടോ? അത്രേ ഉള്ളൂ. കുടിക്കാൻ എന്തെങ്കിലും, സ്റ്റാർട്ടർ എന്തെങ്കിലും? ഒന്നും വേണ്ട. ഓക്കെ, വിളിച്ചാൽ മതി. എൻ്റെ റോഷൻ ഞാൻ ചൊല്ലിയാവുന്നു. നീ അവളെ വരക്ക് എന്ത് ഓർഡർ ചെയ്യും? എന്തെങ്കിലും മധുരമുള്ളത് ഓർഡർ ചെയ്യാം. നിങ്ങളുടെ പ്രണയത്തിൻ്റെ സ്മാരകം. എന്തെങ്കിലും മധുരമുള്ള ഡ്രിങ്കും 2 സ്ട്രോയും. ഒരു ഡ്രിങ്കും 2 സ്ട്രോയും. 2 സ്ട്രോ എങ്ങനെ? ഒരു സ്ട്രോ പോലെ. റോഷൻ, ഐ ലവ് യു. ക്രിസ്റ്റീന റോഷൻ. റോഷൻ ക്രിസ്റ്റീന. ഒന്ന് വാ. സാറേ, എന്തൊക്കെയുണ്ട് കഴിക്കാൻ? ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. എന്താ വേണമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നോക്കിയിട്ട് പറയാം. സെന്റർ കത്തിപ്പോയാ? ഓട്ടോമാറ്റിക്കല്ലി
അരി ഏതാ കുരു ഏതാന്ന് അറിയാത്തവള പ്രേമിക്കാൻ നടക്കുന്നു. ഒരു മനുഷ്യന് മനുഷ്യനെ കാണാൻ എന്താ വരാത്തെ? എന്താ പോകട്ടെ? എന്തായാലും ഞാൻ ഇന്ന് കണ്ടിട്ടേ പോകും. എന്തായാലും ഒന്ന് വേഗം പോയാ മതിയായിരുന്നു. മേഡം ഏതാ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് പറഞ്ഞു? കുറച്ച് കഴിഞ്ഞിട്ട് നോക്കട്ടെ. ഓക്കെ മേഡം, എക്സ്ക്യൂസ് മീ, ഓർഡർ ഒന്നും പറഞ്ഞില്ല. ഏതാ വേണമെന്ന് പറഞ്ഞു? എന്താ കേൾക്കാൻ പറ്റും? ചൂടുവെള്ളം വേണം, തണുത്തോളം വേണം? ഒരു ഗ്ലാസ് വേണം. വേറെ കഴിക്കാനെന്തെങ്കിലും? ഒന്നും വേണ്ട. ശരി. ഓ, അന്നേരം വെള്ളം മതിയോ? ശരി ശരി, വെള്ളം മാത്രം. എന്റെ റോഷൻ വരട്ടെ, എന്റെ അപ്പുറം ഞാൻ കാണിക്കും. എന്താ മേഡം? ഫുഡ് കഴിക്കാം. ജ്യൂസ് ഐറ്റംസ് ഒക്കെ അവൈലബിൾ? എല്ലാം അവൈലബിൾ വേണം. അതോട്ട് അവിടെയോ? ശരി. ഇവളെന്താ ഇവിടെ? റോഷൻ വന്നു. ഇവിടെ അടിയന്തരം കഴിഞ്ഞോ? പാപിശല്യം പാതാളെന്ന് പറയുന്നത് പോലെ രണ്ട് കുരിശുക്കള് വന്നല്ലോ ഭഗവാനേ. മേഡം ഓർഡർ പറഞ്ഞില്ലേ? എന്താ? കുറച്ച് കഴിഞ്ഞ് മതിയോ? പതുക്കെ. ആ ജ്യൂസ് ഇപ്പൊ വേണ്ട. എത്ര നാളായി ഇവൾക്ക് വേണ്ടത്? ഓക്കെ. എന്റെ റോഷൻ വരട്ടെ. ഇതൊക്കെ എന്തിനാ എന്നോട് രഹസ്യം പറയുന്നേ? എൻ്റെ കൈ പഴമാണ്. ഇന്ന് കഴിക്കാനൊന്നും വേണ്ടേ? അതെ, നിങ്ങൾ മൂന്നുപേരും കൂടെയാണേ കിച്ചൺ ക്ലോസ് ചെയ്യാൻ പോവാ. നിങ്ങളിതൊന്നും പറഞ്ഞില്ല. സ്റ്റാഫർക്ക് വീട്ടിൽ പോകണം. സത്യം പറഞ്ഞാൽ അടയ്ക്കാറായി. എന്നാ ഒരു ഗ്ലാസ് വെള്ളം? ഒന്നുമില്ല മേഡം, എല്ലാം ക്ലോസ് ചെയ്തു. അത് പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പം പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യായിരുന്നു. പ്ലീസ്. എന്നാ പിന്നെ പോവാ. നിങ്ങളെന്താ ഇവിടെ?
നിന്റെ അടിയന്തരമൊക്കെ കഴിഞ്ഞോ? അടിയന്തരമൊക്കെ നന്നായി പോയി. പിന്നെന്താ ഇവിടെ? അത് കഴിയുമ്പോൾ വിശക്കുമല്ലോ, കഴിക്കാൻ വേണ്ടി വന്നത്. നിന്റെ ബുക്കൊക്കെ വാങ്ങിച്ചോ? കുറേ തപ്പി നടന്ന് കിട്ടി. പിന്നെന്താ ഇവിടെ? എനിക്കും വിശന്നു. അല്ല, നീ എന്താ ഇവിടെ? എനിക്ക് വിശക്കത്തില്ലേ? എനിക്കെന്താ വിശപ്പില്ലേ? ഞാനെന്താ മനുഷ്യനല്ലേ? എല്ലാവർക്കും വിശന്ന സ്ഥിതിക്ക് നമുക്ക് കഴിച്ചിട്ട് പോവാം. ഇവിടെ ഇനിയൊന്നും കിട്ടത്തില്ല. നമുക്ക് പുറത്തു പോയി തട്ടുകടയിൽ നിന്നല്ലോ. ആരടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്? ഹലോ, എൻ്റെ പേര് മാത്യൂസ് എന്നാണ്. റോഷന്റെ അച്ഛനല്ലേ? അങ്കിൾ, എന്നെ അനുഗ്രഹിക്കണം ഡാഡി, എന്നെ അനുഗ്രഹിക്കണം. ഞാൻ റോഷൻ്റെ അച്ഛനാണോ അമ്മാവനാണോ എന്നുള്ള കാര്യം പിന്നീട് ഞാൻ പറയാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എനിക്ക് സമ്മതം ഡാഡി. ഡാഡി നിശ്ചയിക്കുന്ന ഡേറ്റിൽ ഞാൻ റെഡിയാണ്. ഇതാരാന്ന് മനസ്സിലായോ? റോഷൻ. എൻ്റെ റോഷൻ, എൻ്റെ സ്വന്തം റോഷൻ, എൻ്റെ മാത്രം റോഷൻ. ഓക്കെ, ഈ റോഷൻ്റെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ആരെങ്കിലും ഉണ്ടെന്ന് വല്ലതും അറിയോ? ഒറ്റ മോനല്ലേ? എനിക്കറിയാം, തിരുവനന്തപുരത്ത് വീട്. ഡാഡിയെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ആട്ടെ. ഈ റോഷൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ? സോറി, ഒരുപാട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് ചോദിക്കാൻ മാത്രം എനിക്ക് അവസരം കിട്ടിയില്ല. പക്ഷെ ജോലി എനിക്കൊരു പ്രശ്നമല്ല, എനിക്ക് നല്ല ജോലിയുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ലല്ലോ. ശരി, ഈ പറയുന്ന റോഷൻ ഇന്റർപോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊടും കുറ്റവാളിയാണ്. എടി, നിന്റെ റോഷനെ പറ്റി പറയുന്നേ? എന്റെയോ? നിന്റെ മാത്രം, നിന്റെ സ്വന്തം. 7907669394 ആറ് നമ്പരാ. മോളുടെ ഫോണിൽ നിന്ന് അവൻ കുറേ കോളുകൾ വിളിച്ചിട്ടുണ്ട്. അതവൻ്റെ ടെററിസ്റ്റ് ഗ്രൂപ്പിൽ തന്നെയുള്ള ടീമുകളാണ്. മനസ്സിലായോ? അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു 15,000 രൂപ റോഷന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താരാ? മോളാ, അത് ആർക്കാ ട്രാൻസ്ഫർ ചെയ്തെന്നറിയോ? അതെ, അലിക്ക്. അലി ഇബ്രാഹിം ടീമിലെ അലിക്കാണ് മോള പൈസ ട്രാൻസ്ഫർ ചെയ്തത്. അതായത് യവന്. കണ്ടോ, വ്യക്തമായിട്ട് കണ്ടോ? യവൻ കോയമ്പത്തൂർ സ്ഫോടനം നടന്ന ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതിലെ 1-ാം പ്രതിയാണ്. അതെ, ബോംബ്. ഈ പെൺപിള്ളേർക്കൊന്നും യാതൊരു വിവരവും ഇല്ല. ഒരല്പമെങ്കിലും സാമാന്യ ബുദ്ധിയോടുകൂടി വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. ഞാൻ സേഫായി. പേരെന്നതാ? ക്രിസ്റ്റീന, ബാങ്കിൽ ജോലിയുള്ള. ഓക്കെ, മോൾക്കാണ് ഏറ്റവും വലിയ പണി കിട്ടിയത്. മോളുടെ ലാപ്പിൽ നിന്നും നിങ്ങളുടെ ബാങ്കിലുള്ള കസ്റ്റമേഴ്സിൻ്റെ എല്ലാ എമൗണ്ടുകളും ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാളുടെ അക്കൗണ്ടിലേക്ക് അവൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഇബ്രാഹിം. കണ്ടോ? ഇനി നോക്ക്. പിന്നെ ഇനി എന്നെ ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ റോഷൻ്റെ തന്തയൊന്നുമല്ല. ഞാൻ ക്രൈംബ്രാഞ്ചിൽ നിന്നൊരു ഉദ്യോഗസ്ഥനാണ്. ഇരി. അയ്യോ വേണ്ട, മോക്ക് വയ്യ. ഇനി ഇരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പൊക്കെ. പിന്നെ ഇനി നിങ്ങളെ അന്വേഷിച്ച് കേരള പോലീസ് ഇങ്ങോട്ട് വരും. എന്നോട് പറഞ്ഞതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവർക്കും കൊടുക്കണം. അറിയത്തില്ല. അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലടാ, പറ്റിപ്പോയി. ഇനി ഇത് ആവർത്തിക്കത്തില്ല. ഇനി ഇത് ആവർത്തിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലടാ. ഇനി നിങ്ങൾ സർക്കാരിൻ്റെ ഗസ്റ്റാ. നേരെ പൂജപ്പുറപ്പിൽ കിടക്കാം. ഞാൻ ചോദിക്കട്ടെ, നീക്ക് ഇത്രയും പഠിച്ചില്ല, നിനക്കൊക്കെ എന്തെങ്കിലും വിവരമുണ്ടോ? ആരാന്നോ എന്താണെന്നോ അറിയാതെ ഒരുത്തൻ്റെ തൊലിയെളുപ്പം കണ്ടിട്ട് അവന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഇവിടെ ചെയ്തു കൊടുത്ത്. അപ്പം അതുകൊണ്ട് കിട്ടിയല്ലോ. 3 പേർക്ക് ഇനി ഒരുമിച്ച് കിടക്കാം ഒരു സെല്ലിൽ. ഓക്കെ, റെഡി ആയിരിക്കും.